എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് ഗ്രേസിയമ്മയും മാമച്ചായനെയാണ്. രണ്ടുപേർക്കും ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് രേവതിക്കുട്ടി. അന്നേരമാണ് ഗ്രേസിയം രേവതിക്കുട്ടിയോട് പറയുന്നത്, ഇന്നലെ രാത്രി എന്നെ മനു വിളിച്ചായിരുന്നു എന്ന്. മനുവേട്ടനോ ഗ്രേസിയമ്മയോ എന്നിങ്ങനെ ചോദിക്കുമ്പം, പിന്നെ അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചെന്നാണോ പറഞ്ഞത് എന്ന് ചോദിക്കുവാണ്. എന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പം, മനു വിളിച്ചിട്ട് ചോദിച്ചു അലീന ഇവിടെ വന്നോ എന്ന് ചോദിച്ചു എന്ന് പറയും. അന്തേക്കും രേവതിക്കുട്ടിക്ക് ടെൻഷനാവുകയെ, അതെന്താ മനുവേട്ടൻ അങ്ങനെ ചോദിച്ചേ, അപ്പോൾ അലീന ചേച്ചി അവിടെ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം അതറിയത്തില്ല, ഏതായാലും എനിക്കങ്ങനെ ഒരു സംശയം തോന്നിയുകൊണ്ട് ഞാൻ ചോദിച്ചു. അന്നേരം മനു പറഞ്ഞത്, അല്ല ഇവിടെ വന്നോന്ന് അറിയാൻ വേണ്ടി വിളിച്ചു എന്ന് പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയും. അതൊക്കെ ഭയങ്കര ടെൻഷനാവുന്നുണ്ട് രേവതിക്കുട്ടിക്ക്. എങ്കിലേ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, അവിടെ മുത്തശ്ശിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറയുവാണ്. അങ്ങനെ വന്നിട്ട് രേവതിക്കുട്ടി മുത്തശ്ശിയെ വിളിക്കുന്നു. മുത്തശ്ശി വിളിച്ച് കഴിയുമ്പോൾ ആദ്യം കണക്റ്റായി കിട്ടില്ല, കുറേ വിളിച്ച് കഴിയുമ്പോൾ മുത്തശ്ശിക്ക് എടുക്കാനും സംസാരിക്കാനും ഒന്നും കറക്റ്റ് അറിയില്ലല്ലോ. ഏതായാലും മുത്തശ്ശി ഹലോ വെക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് കുറേ ഹലോ വെച്ചു കേൾക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം കേട്ടു മുത്തശ്ശി, ഞാൻ രേവതിക്കുട്ടി എന്ന് പറഞ്ഞ് രേവതിയെ പരിചയപ്പെടുത്തും. നീ ആയിരുന്നോ, അങ്ങോട്ടേക്ക് അലീന വന്നോടി ചോദിച്ചേ എന്ന് ചോദിക്കുവാണ്. അന്നേരം അതെന്താ അങ്ങനെ ചോദിച്ചേ, അലീന ചേച്ചി അവിടെ ഇല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, ഇവിടെയില്ല, ഇന്നലെ ഇവിടുന്ന് പോന്നല്ലോ അവൾ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയല്ലായിരുന്നല്ലോ എന്നോട് ഇന്നലെ പറഞ്ഞത്, അവിടുന്ന് പോരുന്നില്ല എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്, എന്താ അവിടെ സംഭവിച്ചത്, അലിനി ചേച്ചി നിങ്ങളെല്ലാവരും കൂടി അടിച്ചിറക്കി വിട്ടതാണോ മുത്തശ്ശി, സത്യം പറ എന്നൊക്കെ പറയുവാണ്. അതൊക്കെ മുത്തശ്ശിക്ക് പെട്ടെന്ന് വാക്കുകൾ കിട്ടുന്നില്ല. മുത്തശ്ശിക്ക് നാണക്കേടാണല്ലോ അടിച്ചിറക്കി വിട്ടു എന്ന് പറയാൻ. അന്നേരം അതൊന്നും എനിക്കറിയത്തില്ല, ഇവിടുന്ന് പോയി, എനിക്ക് അത്രേ അറിയത്തുള്ളൂ എന്ന് പറയും. അന്നേരം രേവതി നിർബന്ധിക്കും, സത്യം പറ മുത്തശ്ശി എന്ന് പറഞ്ഞു. അന്നേരം ഇവിടുന്ന് പോയി, എനിക്ക് അത്രേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഫോണും കട്ട് ചെയ്യും. എന്തെങ്കിലും രേവതിക്ക് ഭയങ്കര സങ്കടമാവുകയെ, ഇതേ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു, ഇനി നമ്മൾ എന്ത് ചെയ്യും, അലീന ചേച്ചി എവിടെയാണെന്ന് ഇനിയോ നമ്മൾ അന്വേഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമമാണ്. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, നീ പിടയ്ക്കാതെ നമുക്ക് അന്വേഷിക്കാം, ടെൻഷൻ ആകണ്ട എന്ന് പറയുന്നുണ്ട്. അന്നേരമാണ് ഗ്രേസിയമ്മ പറയുന്നത്, നീ ഒരു കാര്യം ചെയ്യും, മനുവിനെ വിളിച്ച് നോക്കിയെന്ന്. അങ്ങനെ മനുവിനെ വിളിക്കുന്നു. മനുവിനെ വിളിക്കുമ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആട്ടോ. അന്നേരം ആകെ ടെൻഷൻ ആവുകയാണ്. മനുവേട്ടൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആയി, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. അത് കഴിഞ്ഞ് ഫോൺ എടുത്ത് പിന്നെ ഏതോ നമ്പറിലോട്ടൊക്കെ വിളിക്കുന്നുണ്ട്, അതും കണക്റ്റായി കിട്ടുന്നില്ല. അങ്ങനെ 3 പേരും ആകെ ടെൻഷനോടെ കൂടി നിൽക്കുവാണ്, ഇനി എവിടെ പോയി അലീനെ അന്വേഷിക്കും എന്നോർത്ത്. അത് കഴിഞ്ഞ് നമ്മുടെ ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രനെ മനു വിളിക്കുന്നു. ഈ റിസോർട്ട് എവിടെയാണ് എന്ന് കറക്റ്റ് മനുവിന് അറിയത്തില്ല, അപ്പോൾ വഴി തെറ്റിയോ എന്നൊരു സംശയം. അത് പറഞ്ഞാണ് വിളിക്കുന്നത്. അന്നേരം ബാലേന്ദ്രൻ പറയും, എടാ നീ കറക്റ്റ് റൂട്ട് കയറി പോന്നാൽ മതി, നിനക്ക് ഞാൻ വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചതല്ലായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം ഞാൻ കണ്ടില്ലല്ലോ അങ്കിളേ എന്ന് പറയുമ്പോൾ, ഞാൻ ഒന്നുകൂടെ അയക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ സെൻഡ് ചെയ്യുവാണ്. എന്നിട്ട് എടാ ഞാൻ ഒന്നുകൂടെ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അലീനയും കൃഷ്ണമോളോട് വരുന്നത്. ഭയങ്കര സന്തോഷത്തിലാട്ടോ കൃഷ്ണമോൾ. അലീനയുടെ കൈയിൻ്റെ ഇടയ്ക്കൂടെ കൈ കോർത്ത് പിടിച്ചിങ്ങനെ കെട്ടിപ്പിടിച്ച് വരില്ലേ, അതുപോലെയാണ് വരുന്നത്. എന്നിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ചേച്ചിക്ക് ചെരുപ്പില്ല, ഒരു ചെരുപ്പ് മേടിക്കണം എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ കാലിലേക്ക് നോക്കുമ്പോൾ കാലിൽ ചെരുപ്പൊന്നും ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. അന്നേരം എന്തിയെ ചെരുപ്പ് എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ എല്ലാവരും കൂടെ വലിച്ചിറക്കി വിട്ടതിൻ്റെ കൂട്ടത്തിൽ ചെരുപ്പും പോയി, അങ്ങനെ ചെരുപ്പില്ലാതെയാണ് ഇപ്പം നടക്കുന്നത് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അച്ചോടാ ഇന്നലെ തൊട്ട് കുഞ്ഞാവ് ചെരുപ്പില്ലാതെയാണോ നടക്കുന്നത് എന്ന് ചോദിച്ച് ഒരു കളിയാക്കി ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മനുവിനോട് പറയും, എടാ നീ ഫോൺ കട്ട് ചെയ്യല്ലേ, ഇവിടെ ഒരു ആഭ്യന്തര പ്രശ്നമുണ്ട്, ഞാനൊന്ന് പരിഹരിക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട് സൈസ് ഏതാണ് എന്നൊക്കെ. എന്നിട്ട് അത് മനുവിന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് മനുവിനോട് പറയുന്നുണ്ട്, എടാ നീ ഇങ്ങോട്ട് വരുമ്പോൾ ആ സൈസിലുള്ള ഒരു ചെരുപ്പ് മേടിച്ചുകൊണ്ട് വരണം കേട്ടോ എന്ന് പറയുവാണ്. അതുപോലെ ഫുഡും കഴിച്ചിട്ട് വരണം, ഇത് ഹോട്ടലല്ലല്ലോ റിസോർട്ടല്ലേ, കറക്റ്റ് ടൈമിൽ ഫുഡുള്ളൂ, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാലേന്ദ്രൻ കൃഷ്ണമോളെ നോക്കുമ്പോൾ വേറെ ഡ്രസ്സാണല്ലോ. അന്നേരം ഇത് ഏതാടി ഈ ഡ്രസ്സ് എന്ന് ചോദിക്കുമ്പോൾ, ഇത് അലീന ചേച്ചിയുടെയാണ് എന്ന് പറയും. അത് നിനക്ക് പാകമായോ എന്ന് ചോദിക്കുമ്പോൾ, ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, നിനക്ക് നാണമില്ലേ അവളോട് ഏറെന്ന് മേടിച്ചിടാൻ എന്നിങ്ങനെ ചോദിക്കുക. കളിയാക്കി ചോദിക്കുന്നവർ ചുമ്മാ തമാശയ്ക്ക് ചോദിക്കുന്നതാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇന്നലെ വരെ നാണം ഉണ്ടായിരുന്നു, ഇന്ന് എനിക്ക് അങ്ങനെ നാണമൊന്നും ഇല്ല എന്ന് പറയും. അന്നേരം ബാലേന്ദ്രന് കാര്യം മനസ്സിലാവും. പെട്ടെന്ന് ഒരു ചേച്ചി കിട്ടിയ സന്തോഷവും അതിൻ്റെ സ്വാതന്ത്ര്യവും ഒക്കെയാണ് കൃഷ്ണമോള് കാണിക്കുന്നതെന്ന്. അന്നേരം ഇത് കേൾക്കുന്ന അലീനയും പറയുന്നുണ്ട്, അതെ ഇന്നലെ ഇവൾക്ക് ഭയങ്കര ദേഷ്യവും മുഖംവീർപ്പിലും ഒക്കെയാണ് ആയിരുന്നു, അതൊക്കെ ഇപ്പം അങ്ങ് പോയി കേട്ടോ എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും എനിക്കിനിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കൃഷ്ണമോള്. ഏതായാലും ഒന്നും മിണ്ടാതെ ബാലേന്ദ്രൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ് അലീനയോട് കൃഷ്ണമോള് പറയുവാണ്, എനിക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് ചാടണമെന്നുണ്ടായിരുന്നു, നമുക്ക് അതിലൂടെയൊക്കെ ഒന്ന് പോകാമെന്ന് പറയുമ്പോൾ, മോളെ എൻ്റെ കാലിൽ ചെരുപ്പില്ലല്ലോ എന്ന് പറയുക. അന്നേരം കൃഷ്ണമോള്, അയ്യോ ആ കാര്യം ഞാൻ ഓർത്തില്ല, എങ്കിൽ നമുക്ക് ടൈലിട്ടോ സ്ഥലത്തോടെ നടക്കാമെന്ന് പറഞ്ഞ് ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെയും ഒരു ചേച്ചിയെ കിട്ടിയതിൻ്റെ ആ
സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെ കാണിക്കുന്നുണ്ട് കൃഷ്ണമോള്. പിന്നീട് മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശി റൂമിൽ കിടന്ന് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ, എടി വൈജേ വൈജേ എന്ന് പറഞ്ഞ് കുറേ വിളിച്ച് കഴിയുമ്പോഴാണ് വൈജ വന്ന് വാതിൽ തുറക്കുന്നത്. തുറന്നു കഴിയുമ്പോഴേക്ക് എന്തിനാ അമ്മ ഇവിടെ കിടന്ന് അലറുന്നത്, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ്റെ ദേഹം മൊത്തം പുകഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്നെ മാത്രം പുകയാനിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, പിന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയ ബാലേന്ദ്രൻ എവിടെയാണ് എന്താണ് എന്നൊന്നും അറിയത്തില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എന്നെ ആ രേവതി വിളിച്ചായിരുന്നു എന്ന് പറയും. അന്നേരം ഏത് രേവതി എന്ന് ചോദിക്കുമ്പോൾ അലീനെ പോകാറുള്ള എറണാകുളത്തെ വീട്ടിൽ നിൽക്കുന്ന പെങ്കൊച്ചില്ലേ അവൾ വിളിച്ചിട്ട് അലീന ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറയും. എന്തെങ്കിലും അവിടെ ചെന്നിട്ടില്ല. അന്നേരം ഈശ്വര അപ്പോൾ ബാലേന്ദ്രൻ അവളെ ഇന്നലെ പിക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷനാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അത് നീ ഇനി വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല, ഏതായാലും ബാലേന്ദ്രനും അലീനയും ഒരുമിച്ചാണെങ്കിൽ തന്നെ കൂടെ കൃഷ്ണമോളും ഉണ്ടല്ലോ, അതുകൊണ്ട് കൂടുതൽ പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ അവളൊരു പൊട്ടിയാണ്, അവളെ ഒന്ന് തലോടിയിട്ടുണ്ടെങ്കിൽ അവൾ അന്നേരെ ബാലേന്ദ്രൻ്റെ കൂടെ കൂടും, അതുകൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കാണ് എല്ലാം കൂടെ ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ തുള്ളിച്ചാടി അവിടെ നിന്ന് ഇറങ്ങി പോരും. വൈജയന്തി അവിടെ നിന്ന് ഇറങ്ങി പോന്നു കഴിയുമ്പോൾ മുത്തശ്ശി പറയുവാണ്, പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ അവസ്ഥയായി വീടിൻ്റെ എന്ന്. ശരിക്കും ആ അവസ്ഥ തന്നെ. ഏതായാലും പുറത്തേക്ക് ഇറങ്ങുന്ന വൈജയന്തി നേരെ രാജീവനെ വിളിക്കുന്നു. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ്. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, ആ പെങ്കൊച്ച് വെറുതെ പറഞ്ഞായിരിക്കും അവൾ അവിടെ ചെന്നിട്ടില്ലെന്ന്, വേണമെങ്കിൽ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാമല്ലോ, അതിനുവേണ്ടി പറഞ്ഞായിരിക്കും, അവൾ അവിടെ തന്നെ കാണുമെന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, അങ്ങനെയല്ല രാജീവ, ഉറപ്പായിട്ടും അലീന ബാലേന്ദ്രൻ്റെ കൂടെ തന്നെ കാണും, അത് ഓർത്തിട്ട് എനിക്ക് ആകെ വിഷമാകുന്നുണ്ട് എന്നൊക്കെ പറയുക. എന്നാൽ രാജീവൻ പറയുന്നുണ്ട്, നീ ടെൻഷൻ ആകണ്ട, ഇനിയിപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിനൊരു പരിഹാരം കാണാം, പിന്നെ കൃഷ്ണമോള് കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നീ ടെൻഷൻ ആകണ്ട എന്ന് പറയുമ്പം അവളെ അങ്ങനെ കൂട്ടുമൊന്നും വേണ്ട, അവളൊരു പാവമാണ്, അല്ലെങ്കിൽ തന്നെ പണ്ടേ അച്ഛൻ്റെ മോളാണ്, ഇതിപ്പം ബാലേന്ദ്രൻ അവളെ ബ്രെയിൻ വാഷ് ചെയ്യും, ഇനി ബാലേന്ദ്രൻ്റെ കൂടെ അവൾ നിൽക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരവും രാജീവൻ പറയുന്നുണ്ട്, നീ കിടന്ന് പിടയ്ക്കാതെ, നമുക്ക് സമയമുണ്ടല്ലോ, എന്തെങ്കിലും പരിഹാരം കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ആകെ ടെൻഷനിലാണ് വൈജയന്തി ചോദിക്കുവാണ്, എല്ലാം കൈവിട്ടു പോകുമോ എന്ന്. അന്നേരം ഇല്ല, എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം, നീ ടെൻഷൻ ആകാതെ എന്ന് പറഞ്ഞ് രാജീവൻ ഫോം വെപ്പിക്കുന്നു. ഫോം വെച്ച് കഴിഞ്ഞ് വൈജയന്തി ആകെ ടെൻഷനിലായി, ഇനി എന്ത് ചെയ്യും ഭഗവാന് ഞാൻ എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോളെയാണ്. മനു റിസോർട്ടിലേക്ക് വരുന്നേക്കും തുള്ളിച്ചാടി ഓടി അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് രണ്ട് കൈ നീട്ടി, രണ്ട് കയ്യിൽ സാധനങ്ങളുണ്ട് മനുവിൻ്റെ, അതിനിടയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി കൈ നീട്ടി പിടിച്ചേക്കുക കൃഷ്ണമോള്. അപ്പം മനു ഓർക്കും കയ്യിൽ നിന്നുള്ള സാധനങ്ങൾ വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്ന്. അപ്പം ഏത് കയ്യിലേ വേണ്ടതെന്ന് ചോദിക്കുമ്പം ഞാൻ ഷേക്ക് ഹാൻഡ് തരാൻ വേണ്ടിയാണ് കൈ നീട്ടിയത് എന്ന് പറയും. അങ്ങനെ ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കും. അന്നേരം കൃഷ്ണമോളിലെ ആ ഭാവം പെട്ടെന്നങ്ങ് ചേഞ്ച് ആയതിൻ്റെ അത്ഭുതത്തിൽ മനു ചോദിക്കുന്നുണ്ട്, ഇതെന്താ നല്ല ഹാപ്പിയാണല്ലോ, ഇന്നലത്തെ ആ മൂഡൊക്കെ അങ്ങ് മാറിയല്ലോ എന്നിങ്ങനെ പറയും. അന്നേരം അങ്ങനെയൊക്കെ മാറി, ഞാനിപ്പം നല്ല ഹാപ്പി മൂഡിലാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഇവിടുന്ന് പോരാനേ തോന്നുന്നില്ല എന്ന് പറയും. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, നിനക്ക് സ്കൂളിലൊക്കെ പോകണ്ടേന്ന്. അന്നേരം എനിക്ക് അപ്പം അങ്ങനെയൊന്നുമില്ല എന്നിങ്ങനെ പറയുവാണ്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, എടി അലീനെ അവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി ആൻറ്റിയുടെ കൂടെ കൂടി വോട്ട് ചെയ്ത ആളല്ലേ നീ, എന്നിട്ട് നീ ഇപ്പം അലീനയുടെ കൂടെ കൂടിയോ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെ കൂടി എന്ന് പറയും. അന്നേരം അതെന്താ അങ്ങനെ മാറാനുള്ള കാരണം എന്താ എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീന ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുപോലെ അച്ഛനും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, അച്ഛൻ ചെയ്തതാണ് ശരി, ഒരിക്കലും അലീന ചേച്ചി അവിടുന്ന് ഇറക്കി വിടേണ്ട കാര്യമില്ലായിരുന്നു അവർക്ക് എന്നിങ്ങനെ പറയുക. അന്നേരം ഇപ്പോൾ അങ്ങനെയൊക്കെ ആയോ, അതെന്താടി നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയും. അന്നേരം മനു ചോദിക്കും, നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇപ്പം കാര്യങ്ങൾ മനസ്സിലാകാത്ത ആർക്കാണ് എന്ന് ചോദിക്കും. എന്നിട്ടും കൃഷ്ണമോള് പറയുന്നുണ്ട്, അവിടെ ആ വീട്ടിലുള്ളവർക്ക് എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, അവർക്കിനി ഉടനെ ഒന്നും ആ കാര്യങ്ങൾ മനസ്സിലാകാനും പോകുന്നില്ല എന്ന്. അന്തേക്കും അലീന അങ്ങോട്ട് വരുവേ മനുവിൻ്റെ ശബ്ദം കേട്ട്. അന്നേരം മനു പറയും കൃഷ്ണമോളോട്, നമുക്ക് ഈ കാര്യം പിന്നെ സംസാരിക്കാമെന്ന്. അലീനയുടെ അടുത്തേക്ക് വരുന്നു മനു. അന്നേരം അലീന ഭയങ്കര സന്തോഷത്തിലാട്ടോ, മനുവേട്ടനെ കാത്തിരിക്കുമായിരുന്നു ഇവള്, അങ്ങനെ മനുവേട്ടനും ഇങ്ങോട്ട് എത്തിയില്ലേ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ഇത്തിരി സന്തോഷത്തിലൊക്കെയാണല്ലോ അലീനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് മനു ചോദിക്കും, ഞാൻ ഇങ്ങനെയൊന്നും അല്ലാട്ടോ അലീനെക്കുറിച്ച് പ്രതീക്ഷിച്ചത്, പെട്ടെന്ന് ആളങ്ങ് ചേഞ്ച് ആയല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം മനു പറയും, ഇതെല്ലാം ഇന്നലത്തെ സംഭവങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നേരെ എന്ന് സാർ എന്നോട് പറഞ്ഞു, സാർ എന്നെ ഗാർഡ് ചെയ്യാനുള്ളപ്പോൾ ഞാൻ എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേക്കും മനു കയ്യിലിരിക്കുന്ന ചെരുപ്പങ്ങ് കൊടുക്കും. അന്നേരം അലീന ഒരു താങ്ക്സ് പറയുവാണ്. അന്നേരം മനു ചോദിക്കും, അതെന്തിനാ താങ്ക്സ് പറഞ്ഞു, ഞാൻ നിൻ്റെ
കെയർ ടേക്കർ അല്ലേ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് അങ്ങനെയായിരുന്നോ, പക്ഷേ എന്നെ ഗാർഡ് ചെയ്യുന്നത് ഇപ്പം സാറാണ്. എന്നെ ഇന്നലെ ആ വീട്ടിൽ നിന്ന് അവരെല്ലാം ഇറക്കി വിട്ടപ്പം എൻ്റെ അടുത്തേക്ക് മനുവേട്ടൻ വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു എന്നിങ്ങനെ പറയുവാണ്. അന്നേരം മനു പറയുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇന്നലെ അവിടെ വന്ന് ആ ഒരു അവസാന ശ്രമം എന്ന രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഒരു പരിഭവം പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയും. അന്നേരം അതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാമെന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ എവിടെയാണ് എന്ന് ചോദിക്കും. അന്നേരം 2 റൂം അപ്പുറം ഉണ്ട് എന്ന് പറയുവാണ്. മനു അങ്ങോട്ട് പോകുന്നു. അന്നേരം ബാലേന്ദ്രൻ പുറത്തേക്ക് വരുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതേക്കും കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനിടയ്ക്ക് അലീനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തുള്ളിച്ചാടി പിന്നെ ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് പോകുന്നു. അവിടുന്ന് മനുവിൻ്റെ കൈയും പിടിച്ച് 3 പേരൂടെ ഗാർഡനിലേക്കൊക്കെ ഒന്ന് പോവുകയാണ്. നിലത്തെങ്ങും അല്ല, അലീനെ ചേച്ചിയാണ് എന്നറിഞ്ഞപ്പോഴത്തേക്കും ഉള്ള കൃഷ്ണമോളുടെ ആ ഒരു പ്രകടനം ഭയങ്കര സന്തോഷത്തിൽ. ഏതായാലും അതൊക്കെ കാണുമ്പോൾ ബാലേന്ദ്രനും ഒരുപാട് സന്തോഷമാണ്. ഇവർ 3 പേരോട് ഒരുമിച്ച് ഗാർഡനിലേക്കൊക്കെ പോകുന്നത് നോക്കി നിൽക്കുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. പിന്നെ മനു വീട്ടിലോട്ട് തിരിച്ചു വരുന്ന കേട്ടോ കാണിക്കുന്നത്. അവർ തമ്മിൽ സംസാരിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. മനു കയറി വരുമ്പം ഭയങ്കര വില്ലനാണെങ്കിലും ഹരിക്ക് മനുവിനെ ഭയങ്കര പേടിയാണ്. പെട്ടെന്ന് ബഹുമാനപൂർവ്വം ഫോണൊക്കെ മാറ്റി പിടിച്ച് നിൽക്കുവേ. എന്നിട്ട് മനുവേട്ടൻ എവിടെയായിരുന്നു പകലേ എന്ന് ചോദിക്കും. അന്നേരം അതെന്താണ് ഞാനിവിടെ ഇല്ലാഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സംഭവിച്ചൊന്നുമില്ല, കൊച്ചച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാന്ന് പറയും. മനു അകത്തേക്ക് കയറിപ്പോയി കഴിയുമ്പോഴത്തേക്ക് ഹരി പറയാം എന്നാ സ്വാതന്ത്ര്യമാണ്, ഒരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ ഇവിടെ മനുഷ്യൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല ഇവിടെ ഓരോരുത്തർ കാരണം എന്ന് പറഞ്ഞിങ്ങനെ ആ മനുവിൻ്റെ ലൈഫ് കണ്ട് കൊതിവിടുവാണ്. മനു അകത്തേക്ക് കയറി വരുന്നത് കമല ചോദിക്കും എടാ നീ എവിടെയായിരുന്നു ഇത്ര നേരം എന്ന് ചോദിക്കും. അന്നേരം അതെന്താ ഞാനിവിടെ എന്നും കാണാറുണ്ടായിരുന്നു എന്ന തർക്കുത്തരത്തിലാണ് മറുപടി തിരിച്ചു വരുന്നത്. അല്ല ഇനിയിപ്പോൾ ബാലേന്ദ്രനെ എങ്ങനെ നീ കണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്ന് പറയും. അന്നേരം ഇത് കേട്ടുകൊണ്ട് രാജീവനും അങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോൾ രാജീവനും ചോദിക്കുന്നുണ്ട് എടാ ഞാൻ നിന്നെ കുറേ തവണ വിളിച്ചായിരുന്നു, നീ എന്താ ഫോൺ എടുക്കായിരുന്നേ എന്ന് ചോദിക്കും. അന്നേരം എൻ്റെ ഫോൺ സൈലൻറ്റിലായിരുന്നു എന്ന് പറയുമ്പം എങ്കിൽ നമ്പർ കണ്ടപ്പോൾ നിനക്കൊന്ന് തിരിച്ച് വിളിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുക. അന്നേരം മനു പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നല്ലോ, പിന്നെ എന്തിനാ ഇനിയിപ്പോൾ തിരിച്ച് വിളിക്കുന്നത്, എന്തായിരുന്നു കാര്യം എന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ എവിടെയാണ് എന്ന് നീ അറിഞ്ഞോ എന്ന് ചോദിക്കുവാണ്. അന്നേരം മനു പറയുന്നുണ്ട് അറിഞ്ഞു, ഒരു റിസോർട്ടിലുണ്ട് അങ്കിള് എന്ന് പറയും. അന്നേരം രാജീവ് ചോദിക്കുന്നുണ്ട് അയാൾ മാത്രമേ ഉള്ളൂ, അയാളും കൃഷ്ണമോളും മാത്രമേ ഉള്ളൂ അതോ ആ അലീനയും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീനയും ഉണ്ടെന്ന് പറയുവാണ്. അന്നേരം ഏതാണ് ആ റിസോർട്ട് എന്ന് ചോദിക്കും. അന്നേരം മനു ചോദിക്കുന്നുണ്ട് എന്തിനാണ് റിസോർട്ടിൻ്റെ പേരറിയുന്നത്, റിസോർട്ടിലുണ്ടെന്ന് അറിഞ്ഞില്ലേ അത് പോരെ എന്ന് ചോദിക്കുമ്പോൾ അല്ല വേറെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാനുണ്ട് എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട് റിസോർട്ടിൻ്റെ പേര്. എന്നിട്ട് പറയും ഇനിയിപ്പോൾ അവിടെ ചെന്ന് എന്തെങ്കിലും കയ്യാങ്കളി കളിക്കാമെന്ന് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കുകയില്ല കേട്ടോ, അവിടെ ചെന്ന് എന്തെങ്കിലും പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ ശരീരം കേടാകും, അതുകൂടാതെ കേസും വരും, പിന്നെ സിംഗപ്പൂരിലേക്കുള്ള തിരിച്ചു പോക്കൊക്കെ ഒരു സ്വപ്നമായി മാറും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും രാജീവൻ ഒന്നൊതുങ്ങുവേ. പക്ഷേ കമല പിടിയല്ല. കമല പറയുവാണ് ഇനിയിപ്പോൾ എന്തൊക്കെ കാണേണ്ടി വരും, ഇവിടെ വീട്ടിലായിരുന്നപ്പോൾ വലിയ പ്രശ്നമില്ലായിരുന്നു, ഇപ്പോൾ റിസോർട്ടിലേക്ക് പോയേക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുത്തി പറയുക. അന്നേരം മനു ചോദിക്കും അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്, അമ്മ ഈ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുമോ എന്ന് പറയുമ്പോൾ മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്, പിന്നെ എന്താടാ ചെയ്യേണ്ടത്, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട വേലക്കാര്യം കൊണ്ട് ഒരു റിസോർട്ടിൽ പോയി താമസിക്കുന്ന അയാളെപ്പറ്റി ഞാൻ എന്താ പറയേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം മനു ചോദിക്കും അവരുടെ കൂടെ കൃഷ്ണമോളുണ്ട്, അതൊന്നും നിങ്ങളുടെ കണ്ണിൽ പിടിയല്ലേ എന്ന് ചോദിക്കും. അന്നേരം കമല പറയുന്നുണ്ട് അവളൊരു കൊച്ചല്ലേ, അവളൊരു പൊട്ടിയാണ്, അവളെ കണ്ണു വെട്ടിച്ച് എന്ത് വേണമെങ്കിലും നടക്കും എന്നൊക്കെ പറയുന്നതേക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് നിൽക്കുന്ന മനുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ചക്ക കുഴയുന്ന പോലെ മൊത്തം കുഴഞ്ഞിരിക്കുകയാണല്ലോ, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരു ചർച്ചയാണ്. അന്നേരം ഹരിയുടെ വിദഗ്ധമായ ഉപദേശം വരുന്നു. ഹരി പറയുവാണ് അലീനെ തട്ടിക്കൊണ്ടു പോകാമെന്ന്, ഇതൊന്നും പ്രായോഗികമല്ല എന്ന് രാജീവൻ അറിയാലോ. അപ്പോൾ രാജീവൻ ആകെ ടെൻഷനിലാണ്. അത് കഴിഞ്ഞ് വൈജയന്തിയുടെ അടുത്തോട്ട് ചെല്ലുന്ന രാജീവനെ കാണിക്കുന്നുണ്ട്. വൈജയന്തി ആകെ സങ്കടത്തിലാണ്. വൈജയന്തിയേക്കാൾ കൂടുതൽ പ്രാധാന്യം ബാലേന്ദ്രൻ അലീനയ്ക്ക് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഇത് പരിഹരിച്ചില്ലെങ്കിൽ സൂസൈഡ് ചെയ്യും എന്നൊരവസ്ഥയിലേക്ക് വരെ ചെല്ലുവാണ് വൈജയന്തി. അന്നേരം രാജീവൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട് നീ ടെൻഷനൊന്നും ആണ്ട, ഞാനും ശിവേട്ടനും കൂടി അലീനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും, അതുകൊണ്ട് നീ ടെൻഷൻ ആകാതിരുന്നു എന്ന് പറഞ്ഞ് ഉറപ്പും കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്.